കോഴിക്കോട് കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസിന്റെ തോൽവി അന്വേഷിക്കാൻ കോൺഗ്രസ് രണ്ടംഗ കമ്മീഷൻ അന്വേഷിക്കുമെന്ന് DCC പ്രസിഡന്റ്. പാർട്ടി അപകീർത്തിപ്പെടുത്തും വിധം പോസ്റ്റിട്ട നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും K. പ്രവീൺകുമാർ പറഞ്ഞു. BJPക്ക് CPM വോട്ട് ചെയ്തതായിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഞങ്ങളുണ്ട്. അന്വേഷണ ശേഷം കൃത്യമായത് വിടും. മാത്രമല്ല നിയാസ് വക്കീലിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞത് കോർപ്പറേഷനിൽ 1 ഡിവിഷനിലും കൂടി ഞങ്ങളിതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട്. പാളയം പോലെയുള്ള പാളയം, ചാലപ്പുറം, കുതിയറ ഈ 3 ഡിവിഷനെ കുറിച്ചും നാളത്തേക്കുള്ള കൂടുന്ന യോഗത്തിൽ അന്വേഷണ കമ്മീഷൻ വെക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട പേരൊന്നും ഞാൻ പറയുന്നില്ല ചില നേതാക്കളുണ്ട്. അവർക്കെല്ലാം കാരണം കാണിച്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അതും നടപടിയെടുക്കാനാണ് KPC നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഈ VM വിനുവിന്റെ അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് മേയർ സ്ഥാനാർത്ഥിയായി നിയാസിനെ UDF കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. ഈ തോൽവിയുടെ കാരണം പരിശോധിക്കുന്നതോടൊപ്പം തെറ്റായ പ്രവണതകൾ പാർട്ടിക്കെതിരെ നടത്തിയ ആളുകൾക്കെതിരെ കൂടി നടപടി, അങ്ങനെയല്ലേ? അതെ അരുണ്യ, സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ അതേസമയത്തും സംഘടനാ രീതിയിൽ വലിയ പ്രതിസന്ധികൾ ആ സമയത്ത് നേരിട്ടിരുന്നു. പല വിമത പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തോൽവികളുടെ കാരണം പഠിക്കാനും അത്തരത്തിൽ വിമതരായും പ്രതിസന്ധികൾ സൃഷ്ടിച്ച ആളുകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള സംഘടനാ നടപടി സ്വീകരിക്കാനുമാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് PM നിയാസിന്റെ അടക്കമുള്ള തോൽവികൾ കൃത്യമായി പഠിക്കാനും അന്വേഷിക്കാനും അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഇടപെടലാണ് തോൽവിക്ക് കാരണമെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള സംഘടനാ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രവീൺകുമാർ DCC പ്രസിഡന്റ് അറിയിക്കുന്നത്. PM നിയാസ് പാറോപ്പടിയിൽ നിന്നുമായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തോൽവി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം അക്കാര്യത്തിൽ ഉണ്ടാകും. എന്താണ് സംഭവിച്ചതെന്നതിനെപ്പറ്റി പരിശോധിക്കും. വീഴ്ച വരുത്തിയവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാരശ്ശേരി, മുക്കം, അത്തോളി, വടകര എന്നീ നഗരസഭകളിലും പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഇടങ്ങളിലും എന്താണ് അത്തരത്തിലൊരു പിന്നോക്കം പോകാനുള്ള കാരണം എന്നതിനെപ്പറ്റി പരിശോധിക്കുകയും അതിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം നടത്തിയ ചില നേതാക്കളുണ്ട്. നിലവിൽ 4 നേതാക്കൾക്കെതിരെ, അതായത് പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്. അവരിൽ 4 പേർക്കെതിരെ ഇപ്പോൾ നിലവിൽ ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ മറുപടി കേട്ടതിന് ശേഷം അത് തൃപ്തികരമല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടി അവർക്കെതിരെയും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിന് വേണ്ടി LDFുമായോ BJPയുമായോ സഖ്യം ചേരുന്ന കാര്യം ഉണ്ടാവില്ല. അത്തരത്തിൽ ഒരു തരത്തിലും വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ നിലവിൽ LDFനും UDFനും ഒരേ സീറ്റ് നിലയാണുള്ളത്. അവിടെ കോൺഗ്രസ് വിമതനായി മത്സരിക്കുന്ന ജിതിൻ പല്ലാട്ടിന്റെ തീരുമാനമായിരിക്കും ആര് പഞ്ചായത്ത് ഭരിക്കണം എന്നതിൽ നിർണായകമാവുക. നിലവിൽ എന്തായാലും PM നിയാസിന്റെ തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ 2 അംഗ കമ്മീഷനെയാണ് DCC നിയമിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ബെൻസൺ ബാബുവാണ്.